ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ കഥകളുടെ മൂന്നാമത്തെ ഭാഗമാണിത്. ഇതിന് മുൻപുള്ള ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ശ്രീകൃഷ്ണൻ്റെ പിറന്നാൾ ദിവസം അതനുബന്ധിച്ച് ബ്രാഹ്മണന്മാർക്ക് അനേകം പശുക്കളെയും മറ്റും ദാനം ചെയ്തു. ഈ ചടങ്ങുകൾക്ക് ശേഷം നന്ദ മഹാരാജാവിൻ്റെ അധ്യക്ഷതയിൽ എല്ലാവരും കൂടി ഒരു സഭ ചേർന്നു. വർദ്ധിച്ചു വരുന്ന അസുര ആക്രമണങ്ങളായിരുന്നു വിഷയം. സഭയിൽ വെച്ച് നന്ദ മഹാരാജാവിൻ്റെ സഹോദരനായ ഉപനന്ദൻ ഒരഭിപ്രായം പറഞ്ഞു. അതായത് അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വൃന്ദാവനം എന്ന വനത്തിലേക്ക് മാറണമെന്ന്. അത് തുടർച്ചയായ അസുരന്മാരുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. വൃന്ദാവനത്തിന് സമീപത്തായി ഗോവർദ്ധന പർവ്വതമുണ്ടെന്നും അവിടെ പശുക്കളെ മേയാൻ വിടാമെന്നും പറഞ്ഞപ്പോൾ എല്ലാവരും ഉപനന്ദൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. അവർ ഉടനെ തന്നെ വീട്ടു സാമാനങ്ങളെല്ലാം വണ്ടിയിലാക്കി യാത്ര തുടങ്ങി. അങ്ങനെ യമുനാ തീരത്തെത്തിയ അവർ ഗോവർദ്ധനം ദർശിച്ച ശേഷം പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് കന്നുകുട്ടികളുടെ ചുമതല കൃഷ്ണനും ബലരാമനുമായിരുന്നു. അവർ അവിടെ താമസം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വത്സാസുരൻ എന്നു പേരുള്ള ഒരസുരൻ ഒരു പശുക്കുട്ടിയുടെ രൂപം ധരിച്ച് അവരെ കൊല്ലാനായി അവിടെ എത്തി. പശുക്കുട്ടിയുടെ രൂപമായതിനാൽ അസുരനെ മറ്റു പശുക്കളുമായി കൂടിച്ചേരാൻ പറ്റുമല്ലോ. കൃഷ്ണൻ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഉടൻ തന്നെ അസുരൻ്റെ ആഗമനത്തെക്കുറിച്ച് ബലരാമനോട് പറയുകയും ചെയ്തു. ഇരുവരും അവൻ്റെ പിന്നിൽ കൂടി പതുങ്ങി നടന്ന് ഓർക്കാപ്പുറത്ത് അവനെ കടന്നാക്രമിച്ചു. കൃഷ്ണൻ ആ പശുക്കുട്ടിയുടെ പിൻകാലുകളും വാലും കൂട്ടിപ്പിടിച്ചു ശക്തിയായി തലങ്ങും വിലങ്ങും അടിച്ചു. എന്നിട്ട് ഒരു മരത്തിലേക്ക് വലിച്ചൊരേറും കൊടുത്തു. അസുരൻ ജീവൻ നഷ്ടപ്പെട്ട് മരമുകളിൽ നിന്ന് തറയിൽ വീണു. അസുരൻ തറയിൽ ചത്തുകിടക്കുന്നത് കണ്ട കളിക്കൂട്ടുകാർ കൃഷ്ണനെ അഭിനന്ദിച്ചു. വലിയ സംതൃപ്തിയോടെ ആകാശത്തിൽ നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി തുടങ്ങി. ഈ വിധത്തിൽ സൃഷ്ടിയുടെ മുഴുവൻ സംരക്ഷകരായ കൃഷ്ണനും ബലരാമനും എല്ലാ ദിവസവും രാവിലെ പശുക്കുട്ടികളെ രക്ഷിച്ചു പോന്നു. പശുക്കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ഗോപന്മാർ എന്നും യമുനാ തീരത്ത് പോകാറുണ്ട്. പശുക്കുട്ടികൾ യമുനയിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ സാധാരണയായി കുട്ടികളും കുടിക്കും. ഒരിക്കൽ വെള്ളം കുടിച്ച ശേഷം നദീതീരത്തിരിക്കുമ്പോൾ കൊക്കിൻ്റെ രൂപത്തിൽ പർവ്വതത്തോളം വലിപ്പമുള്ള ഒരു ജീവിയെ അവർ കണ്ടു. അതിൻ്റെ ഊർധ്വഭാഗം ഇടിമിന്നൽ പോലെ ശക്തമായിരുന്നു. അസാധാരണമായ ഈ ജീവിയെ കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി. ബകാസുരൻ എന്നായിരുന്നു ഈ ജന്തുവിൻ്റെ പേര്. മിന്നൽ വേഗത്തിൽ രംഗത്തു വന്ന അവൻ കൂർത്ത മൂർത്ത കൊക്കുകൾ കൊണ്ട് കൃഷ്ണനെ കടന്നാക്രമിച്ച് നിമിഷത്തിനുള്ളിൽ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ ബകാസുരൻ കൃഷ്ണനെ വിഴുങ്ങുമ്പോൾ കൃഷ്ണന്റെ ജ്വലിക്കുന്ന ദീപ്തി കാരണം അവന് തൊണ്ടയിൽ തീ കത്തുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അസുരൻ കൃഷ്ണനെ ദൂരത്തെറിഞ്ഞു കൊക്കുകൾക്കിടയിലൂടെ ഞെരിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ കൃഷ്ണനാകട്ടെ ഈ ഭീമാകാരനായ ഭഗത്തിൻ്റെ കൊക്കുകളിൽ കടന്നു പിടിച്ച് തൻ്റെ കൂട്ടുകാരായ ഗോപന്മാരുടെ കൺമുമ്പിൽ വെച്ച് ഒരു ബാലൻ പുൽക്കൊടി കീറിയെടുക്കുന്ന ലാഘവത്തോടെ ആ കൊക്കുകൾ രണ്ടായി കീറിയെറിഞ്ഞു. വീട്ടിലെത്തിയ അവർ നന്ദപുത്രൻ്റെ അത്ഭുത കർമ്മങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. കഥകളൊക്കെ കുട്ടികളിൽ നിന്നറിഞ്ഞ ഗോപികമാർക്കും ഗോപന്മാർക്കും അത്യന്തം സന്തോഷമായി. കാരണം സ്വാഭാവികമായി തന്നെ അവർ കൃഷ്ണനെ സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ അവൻ്റെ മഹിമകളെയും വിജയകരമായ പ്രവൃത്തികളെയും കുറിച്ച് കേൾക്കുകയും കൂടി ചെയ്തപ്പോൾ അവർക്ക് അവനോടുള്ള വാത്സല്യം വർദ്ധിച്ചു.